ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൗരി ഗൂഗിൾ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് ഫിഷ് ടാങ്കാണ് ഞാനും ചേച്ചിയും കൂടെ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ A1 പാലിൻ്റെ ആ ഒരു പെട്ടിയാണ്. അതിൻ്റെ നടുക്കത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ഞങ്ങൾ വെട്ടിക്കളഞ്ഞ് അതിൻ്റെയാണ് ഇത് കാണുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുന്നവർ ഒരു ചെറിയ ബ്രേക്കേ. അപ്പോൾ ഞങ്ങൾ ഈ ടാങ്ക് കഴുകിയെടുത്തിട്ടുണ്ട്. കാരണം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കക്കയാണ്. ഇഷ്ടംപോലെ കക്കയുണ്ട്. ഇത് ആദ്യം നമുക്ക് ഈ കക്കയെല്ലാം ഇതിനകത്തോട്ടൊന്ന് നിരത്തി വെക്കണം. കമത്തിയേ വെക്കാവൂ. കമത്തിന്ന് വെച്ചാൽ വേണ്ട ചിലപ്പോൾ വേണ്ട ചിലതൊക്കെ വേണ്ട ഇതേപോലെ കാണും. അത് പൊട്ടിച്ചിടാം. അത് പൊട്ടിക്കാതെ തന്നെ നമുക്ക് വേണ്ട ഇങ്ങനൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കുവോ, അങ്ങനൊക്കെ ചെയ്യാം. സൈഡിലൊക്കെ വെക്കാം. അതേപോലുള്ളതൊക്കെ സൈഡിൽ കണ്ട് ഇങ്ങനെ വെക്കണം. ഇതൊക്കെ ഇവിടെ നിന്ന് വെച്ചത്. അല്ലാത്തതൊക്കെ കണ്ട് ഇങ്ങനെ കമത്തി വെക്കണം. ഇങ്ങനെ കമത്തി അതുപോലുള്ളത് വലുത് മതിയാൻ പാടി. എങ്കിലും ഒക്കെ കഴിച്ച് ഞാനിത് നിരത്തി വെച്ചിട്ട് ബാക്കി വീഡിയോ നമുക്ക് കാണാം. ഞങ്ങളുടെ പരിശ്രമം മൂലം ഇതിപ്പം ഞങ്ങൾ കക്കയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരു ഓസിൽ പിടിച്ചാണ്ട് ഇത് നമ്മളിനി വെള്ളം നിറയ്ക്കാൻ ഇതിനകത്ത് പരിപാടി. അപ്പോൾ ഈ ഓസിൽ നമ്മൾ ഒഴിക്കണം, അല്ലാതെ നമ്മൾ പൈപ്പിൽ നിന്ന് തന്നെ നേരിട്ട് ഒഴിക്കാനായിട്ട് പാടില്ല. കാരണം നീങ്ങി പോകാം. വെള്ളം വന്ന് വീഴുന്നുണ്ട് ഫോഴ്സിൽ. കക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു മൂലയിലോട് കണ്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് വളരെ ഫോഴ്സൊക്കെ എന്നാൽ ഒരു അതൊരു സ്ലോയിലങ്ങ് അതങ്ങ് പൊക്കോളും. ഒരു ഫ്ലോയിലങ്ങ് അത് പൊക്കോളും. പക്ഷേ നമ്മൾ പൈപ്പിലാണ് അത് ഒഴിക്കുന്നതെങ്കിൽ അത് നല്ല ഫോഴ്സിൽ വരുന്നതുകൊണ്ട് തന്നെ ഇടിക്കുന്ന കൂട്ട് അങ്ങനെ. അതുകൊണ്ട് തന്നെ അത് തെറിച്ചു പോകും. നമ്മൾ അത്രയും നേരം ചെയ്തത് വെറുതെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓസ് തന്നെ വെച്ചങ്ങ് ചെയ്യാണ്. കുറച്ച് നേരം അത് എടുക്കും അതിന് നിറഞ്ഞ് വരാനായിട്ട്. അത്രയും നേരം ഒരു ചെറിയ ബ്രേക്കേ. ഇത് രണ്ടാമത്തെ ബ്രേക്ക്, അത് കുഴപ്പമില്ല. കുറച്ച് നേരം അസോളയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അസോള ഞാനിപ്പോൾ ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാണ്. പതുക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പായൽ ഒഴിവാക്കണം കേട്ടോ. ഈ ഒരു പായൽ ഇതിടാൻ പാടില്ല. ഇതിട്ടാൽ പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ഇത് കിട്ടില്ല നമുക്ക്. പതുക്കെ ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും അങ്ങ് പോയി കിടക്കും. അതുകൊണ്ട് പേടിക്കണം. ഒരിടത്ത് മാത്രം കിടക്കുന്നു, ഒരിടത്ത് മാത്രം കിടക്കുന്നില്ല എന്ന ആ ഒരു ടെൻഷൻ നമുക്ക് വരില്ല കേട്ടോ. പിന്നെ ഇത് ഒരു സൈഡിലോട്ട് നമ്മളിങ്ങനെ ഒന്ന് മാറ്റിയിടുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് മീനുകൾക്ക് ഒളിച്ചിരിക്കാൻ നല്ലതാ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യമൊക്കെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ അസോള എടുത്ത് മാറ്റിയേ. ഇതുകൊണ്ട് ഞാൻ ഇതിനെടുത്ത് മാറ്റാം. വെള്ളം ഒരുവിധം നിറയുന്നുണ്ട്. ഞാനത് ബാക്കിലോട്ട് അങ്ങ് ആക്കുകയാണ്. പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട്. എന്തായാലും അതങ്ങ് നിറഞ്ഞ് വരുമല്ലോ. മതി ഫുള്ളങ്ങ് ഇടാം. ഫുള്ളിടണം. വേണ്ട അല്ലടാ, ഫുള്ള് ഈ കക്ക കാണണ്ടേ. ഞാനിപ്പോൾ ഫുള്ളിടുകയാണ് ഗൈസ്. ഫുള്ളങ്ങ് ഇട്ടേക്കുവാണ് കേട്ടോ. നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുകയെന്ന് വെച്ചാൽ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അമ്പാടിയെ വിളിച്ചു. ഞാനിപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ടാണ് അമ്പാടി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അതിന് കാര്യമാക്കണം.
ഓക്കെ ഓക്കെ ഇത് ഓക്കെ ഇത് നിറയ്ക്കണം കേട്ടോ ഗൈസ്, നമുക്ക് ഫുള്ള് നിറയ്ക്കണോടാ. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത് ഫുള്ള് നിറയ്ക്കണം. അപ്പോൾ കുറച്ചും കൂടെ അസോളം ഞാൻ എടുത്തിട്ട് വരാം ഗൈസ്. അത്രയും നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു ചെറിയൊരു ബ്രേക്ക്. ഗൈസ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇത്രയും അസോളേ ഉള്ളൂ. നാളെ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് ഫുള്ളങ്ങ് ആവും. അങ്ങാവും കേട്ടോ. ആ സാധനം അതായതിനു ശേഷം ഞാൻ മറ്റൊരു ഷോട്ട് ഇടും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു സമയത്ത് എൻ്റെ ഈ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന കേട്ടോ. അടുത്ത ആ ഒരു ഷോട്ടിൽ നമുക്കൊന്നും കൂടെ കാണാം. ബൈ.